ഹായ് ഫ്രണ്ട്സ്, SB മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 1.5 മീറ്റർ ക്ലോത്തിൽ നല്ല ഫ്ലെയർ ആയിട്ടുള്ള എലൈൻ കുർത്തി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1.5 മീറ്റർ കോട്ടൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാൻ ലൈനിങ് എടുത്തിട്ടില്ല. നിങ്ങൾ ഇനി ലൈനിങ് എടുക്കുകയാണെങ്കിൽ 1.5 മീറ്റർ തന്നെ ലൈനിങ്ങും എടുത്താൽ മതി. നമുക്ക് ആദ്യം ക്ലോത്തിനെ ഇതുപോലെ ഒന്ന് നിവർത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് മെറ്റീരിയൽ എത്രയാണ് ഉള്ളതെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ടേപ്പ് 1.5 മീറ്ററിൻ്റെയാണ് ടേപ്പ് വരുന്നത്. നമുക്കിതുപോലെ ഒരറ്റത്ത് നിന്നും മറു അറ്റം വരെ എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കാം. കണ്ടോ, കറക്റ്റ് 1.5 മീറ്റർ ക്ലോത്ത് ഇതിലുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മെറ്റീരിയലിൻ്റെ വീതി എത്രയാണ് വരുന്നതെന്ന് നോക്കാം. ഇത് സാധാരണ മെറ്റീരിയലാണ് കേട്ടോ, നമുക്ക് ഷോപ്പിലൊക്കെ കിട്ടുന്ന. ഇതിൻ്റെ വീതി 45 ഇഞ്ചാണ് വരുന്നത്. 44-45 ഇഞ്ചൊക്കെയാണ് നോർമൽ മെറ്റീരിയലിൻ്റെ വീതി വരുന്നത്. ഇതിൽ 45 ഇഞ്ച് വീതിയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഒരു സൈഡിൽ ബോർഡറും വരുന്നുണ്ട്. നമുക്ക് ആദ്യം ഇതുപോലെ ഈ ഒരു ക്ലോത്തിനെ നിവർത്തിയെടുത്ത ശേഷം വീതി വാക്കിന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. സാധാരണ നമ്മൾ കുർത്തിയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലെങ്ത് വൈസാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഈ ഒരു മെറ്റീരിയൽ 1.5 മീറ്ററേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീതി വാക്കിന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. എല്ലാ സൈഡും ഒരുപോലെ വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഇതാണ് ഓപ്പൺ ആയിട്ട് വരുന്ന സൈഡ്. മറു സൈഡ് ഫോൾഡായിട്ട് വരുന്ന സൈഡാണ്. കണ്ടോ, ഈ ഒരു സൈഡാണ് ഫോൾഡായിട്ട് വരുന്നത്. ഈ ഫോൾഡായിട്ട് വരുന്ന ഭാഗം നമ്മുടെ സൈഡിലായിട്ട് വരുന്ന രീതിയിൽ എടുക്കണം. ലെങ്ത് നമുക്കിവിടെ 45 ഇഞ്ചാണ് കിട്ടുന്നത്. കാരണം വീതി വാക്കിനല്ലേ നമ്മൾ ലെങ്ത് എടുക്കുന്നത്. അപ്പോൾ 45 ഇഞ്ചാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ വീതി വരുന്നത്. അപ്പം നമുക്ക് ലെങ്ത് 45 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സ്ലീവ് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനൊരു ചെറിയ ക്യാപ് സ്ലീവ് പോലെയാണ് കൊടുക്കുന്നത്. 4.5 ഇഞ്ചാണ് എനിക്ക് സ്ലീവിന് ലെങ്ത് വേണ്ടത്. 1.5 ഇഞ്ച് സീം എലമെൻസും കൂടെ ചേർത്തിട്ട് നമുക്ക് 6 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. കണ്ടോ, ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കണം. ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് സ്ലീവിന് ലെങ്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. അതനുസരിച്ച് കുർത്തിയുടെ ലെങ്തും കുറഞ്ഞു പോവും. പിന്നെ നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയൽ വീതി കൂടിയ മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ലെങ്തിൽ തന്നെ സ്ലീവും കുർത്തിയും ചെയ്തെടുക്കാൻ പറ്റും. 1.5 മീറ്റർ തന്നെ വീതി കൂടിയ മെറ്റീരിയൽ എടുത്താൽ മതി. 57 ഇഞ്ചോ അതുപോലെ തന്നെ 60 ഇഞ്ചോ വീതി വരുന്ന മെറ്റീരിയൽ എടുത്താൽ മതി. എനിക്കിവിടെ 45 ഇഞ്ചാണ് ലെങ്ത് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും 6 ഇഞ്ച് നമ്മളിവിടെ സ്ലീവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് മാറ്റി. ബാക്കി 39 ഇഞ്ചാണ് ലെങ്ത് വരുന്നത്. അതിൽ നിന്നും 1.5 ഇഞ്ച് സീം എലമെൻസ് പോയി കഴിഞ്ഞാൽ ബാക്കി 37 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ കുർത്തി സ്റ്റിച്ച് കഴിയുമ്പോൾ നമുക്ക് ലെങ്ത് 37 ഇഞ്ചായിരിക്കും വരുന്നത്. ഇനി നമുക്ക് ഈ ഓപ്പൺ ആയിട്ട് വരുന്ന സൈഡ് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം ഇതുപോലെ സ്കെയിൽ വെച്ച് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ സൈഡിൽ നിന്ന് തന്നെ 1 ഇഞ്ച് ഉള്ളിലോട്ട് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ മാർക്ക് ചെയ്ത പോയിന്റ് യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കാം. ഇത് നമ്മൾ ഫ്രണ്ടിലത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഫ്രണ്ടിൽ ഓപ്പൺ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മളിപ്പം കട്ട് ചെയ്യുമ്പോൾ ഒരു പീസ് ഓപ്പൺ ആയിട്ടും ഒരു പീസ് ഫോൾഡ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഓപ്പൺ ആയിട്ട് വരുന്ന പീസ് നമ്മൾ ഫ്രണ്ടിലത്തേക്കായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സൈഡ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത 1 ഇഞ്ചില്ലേ, അത് ഇതുപോലെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കണം. കണ്ടോ, എല്ലാ സൈഡും ഒന്ന് പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. ഇനി അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ നോർമലായിട്ട് ബാക്കി അളവൊക്കെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഫോൾഡായിട്ട് വരുന്ന സൈഡ് എടുക്കാം. നമ്മുടെ ടോട്ടൽ ചെസ്റ്റ് വിഡ്ത്ത് എത്രയാണോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എനിക്കിവിടെ 36 ഇഞ്ചാണ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ഇഞ്ചാണ് കിട്ടുന്നത്. ആ 9 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 10 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ചെസ്റ്റ് സൈസ് എത്രയാണോ ആദ്യം അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ വരുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. എനിക്കിവിടെ 9 ഇഞ്ചാണ്. 1 ഇഞ്ചും കൂടെ ചേർത്ത് 10 ഇഞ്ചായിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഈ 10 ഇഞ്ച് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ മാർക്ക് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇതുപോലെ കണ്ടോ 10 ഇഞ്ച്. ആദ്യം നമ്മൾ ഫോൾഡായിട്ട് വരുന്ന ഭാഗത്തു നിന്നാണ് മാർക്ക് ചെയ്ത് കൊടുത്തത് 10 ഇഞ്ച്. ഇനി ഈ ഓപ്പൺ ആയിട്ട് വരുന്ന സൈഡിൽ നിന്നും 10 ഇഞ്ച് അതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത 2 പോയിൻറ്റും ഇതുപോലെ യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കണം. കണ്ടോ, ഇതുപോലെ വെച്ചിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന്
മാർക്ക് ചെയ്ത് കൊടുക്കാം. ടേപ്പ് ഇതുപോലെ നിവർത്തി വെച്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റ് യോജിപ്പിച്ച് സ്കെയിൽ വെച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തെടുത്ത ആ ഒരു ലൈനിൽ കൂടെ തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. നമ്മളിവിടെ 2 പീസാക്കി കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഫോൾഡായിട്ട് വരുന്ന പീസിൻ്റെ പുറത്തായിട്ട് മറ്റേ പീസ് വെച്ച് കൊടുക്കണം. ആ പീസിൻ്റെ ഓപ്പണായിട്ട് വരുന്ന പീസാണത്. അതിൻ്റെ ആ 1 ഇഞ്ച് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതങ്ങനെ തന്നെ വെച്ചിട്ട് കറക്റ്റ് ഇതിൻ്റെ പുറത്തായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഈ 1 ഇഞ്ച് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിവർത്തിയൊന്നും വയ്ക്കരുത്, അതങ്ങനെ തന്നെ വെച്ചിട്ട് വേണം ഇതിൻ്റെ പുറത്തായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതേപോലെ കറക്റ്റായിട്ട് 2 പീസും ചേർത്ത് വെക്കണം. അപ്പോൾ താഴെ നമുക്ക് 19 ഇഞ്ചാണ് വീതി വരുന്നത്. ഇനി നമുക്ക് ഈ 2 പീസും ഒന്ന് ചേർത്ത് പിൻ ചെയ്ത് കൊടുക്കാം. ഷോൾഡർ എനിക്കിവിടെ 6.5 ഇഞ്ചാണ് വേണ്ടത്, അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ പോയിന്റിൽ തന്നെ ടേപ്പ് വെച്ചിട്ട് ആം ഹോളിൻ്റെ ലെങ്തും ഞാനിവിടെ 6.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ 2 പോയിന്റ് ഇതുപോലെ യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കണം. ചെസ്റ്റ് വിഡ്ത്ത് 9 ഇഞ്ചാണ്, അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതേപോലെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ആംഹോളിൻ്റെ ലെങ്ത് ഇല്ലേ, അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ആ ചെസ്റ്റ് വിട്ട് മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് നമുക്കിതുപോലെ കുഴിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് 1/2 ഇഞ്ച് ഉള്ളിലോട്ട് കയറ്റി ഫ്രണ്ട് ആംഹോളും ഇതുപോലെ തന്നെ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് വരെയുള്ള ലെങ്ത് എനിക്കിവിടെ 14 ഇഞ്ചാണ്. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം അവിടുത്തെ വിട്ട് 8.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെയും ഞാനിവിടെ 1.5 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ 2 പോയിന്റ് ഇതുപോലെ യോജിപ്പിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം വേസ്റ്റിൻ്റെ അവിടെ നിന്നും ഇതുപോലെ ചരിച്ച് താഴത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ നിന്നും 2 ഇഞ്ച് മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ ചരിച്ചൊന്ന് ഷേപ്പായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആം ഹോൾ കട്ട് ചെയ്യുമ്പോൾ ആദ്യം ബാക്ക് ആം ഹോളാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നെക്ക് മാർക്ക് ചെയ്തിട്ടില്ലായിരുന്നു, അപ്പം നമുക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് വിട്ട് ഞാനിവിടെ 2.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്ക് നെക്കിൻ്റെ ഇറക്കം 4.5 ഇഞ്ചും ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 5.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അവിടെ ബോക്സ് പോലെ ഒന്ന് ആക്കിയെടുക്കണം. കണ്ടോ, ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്ത ശേഷം നമുക്ക് നെക്കിന് ഏത് ഷേപ്പാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്ക് റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്ക് നെക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്നും ബാക്ക് പീസ് എടുത്ത് മാറ്റാം. മാറ്റിയിട്ട് ഫ്രണ്ട് നെക്ക് ഫ്രണ്ട് ആം ഹോളും ഇനി കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫ്രണ്ടിലത്തേക്കായിട്ട് എടുക്കുന്നത്. ഓപ്പൺ ആയിട്ട് വരുന്ന പീസില്ലേ, അതാണ് ഫ്രണ്ടിലത്തേക്ക് ഞാൻ എടുക്കുന്നത്. ഈ ഒറ്റ പീസായിട്ട് വന്ന ഈ ഒരു പീസ് ബാക്കിലത്തേക്കാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നേരെ തിരിച്ചെടുക്കാം കേട്ടോ. ഈ ഓപ്പൺ ആയിട്ട് വരുന്ന പീസ് ബാക്കിലത്തേക്ക് എടുക്കാം. എങ്കിൽ ഈ 1 ഇഞ്ച് നമ്മൾ നീക്കി മാർക്ക് ചെയ്തില്ലേ, അതിൻ്റെ ആവശ്യമില്ല. അത് നമുക്ക് നോർമലായിട്ട് അങ്ങ് ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി, 2 പീസും ചേർത്ത് വെച്ച്. ഇതിപ്പോൾ ഞാൻ ഫ്രണ്ടിൽ ഓപ്പൺ ആയിട്ട് എടുക്കുന്നത് കൊണ്ടാണ് ഈ ഫ്രണ്ടിലത്തേക്കായിട്ട് ഇതുപോലെ 1 ഇഞ്ച് എക്സ്ട്രാ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് താഴ്ഭാഗത്ത് നിന്നും മുകളിലോട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഓപ്പൺ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. ഞാനിവിടെ 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ലൈനില്ലേ, 1 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത ലൈൻ, അതിൻ്റെ പുറത്തൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടു, ഇതേപോലെ 1 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ 8 ഇഞ്ച് മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്തില്ലേ, അവിടെ എത്തുമ്പോൾ ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ താഴത്തോട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട, അതുവരെ മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, താഴെ 8 ഇഞ്ച് വരെ ഓപ്പൺ ആയിട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്ത പീസിലെ ഈ പീസ് ഇതുപോലെ 2 സൈഡിലോട്ട് നിവർത്തി വെക്കണം. കണ്ടോ, ഇതുപോലെ
നിവർത്തി വെച്ചിട്ട് ഓരോ സൈഡും ഇതുപോലെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഉള്ളിലോട്ട് ഡബിൾ ഫോൾഡ് ചെയ്ത് അതിൻ്റെ അരികിൽ കൂടെ തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഈ ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗം എത്തുമ്പോൾ അതുപോലെ തന്നെ മുകളിൽ നിന്ന് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് വരുന്നത് പോലെ തന്നെ താഴത്തോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ മറു സൈഡും ഡബിൾ ഫോൾഡ് ചെയ്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് രണ്ട് സൈഡും കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ 8 ഇഞ്ചാണ് നമ്മൾ ഓപ്പൺ കൊടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം ഈ ഒരു പീസ്. ആ നെക്കിൻ്റെ ഭാഗം കറക്റ്റായിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ ആം ഹോളിൻ്റെ ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് മാറ്റിയ പീസാണ് കേട്ടോ. 4 പീസ് ഉണ്ടായിരുന്നു. 2 പീസ് വീതം ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ആ ജോയിൻറ്റ് ചെയ്ത ആ ഒരു ഭാഗമില്ലേ, അത് ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്തെടുത്ത ശേഷം ആ ഫോൾഡായിട്ട് വരുന്ന ഭാഗവും നെക്കിൻ്റെ ആ ഫോൾഡായിട്ട് വരുന്ന ഭാഗവും ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ കറക്റ്റ് ആ നെക്കിൻ്റെ ഷേപ്പ് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ 1 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എനിക്കിവിടെ കറക്റ്റ് അളവ് തന്നെയാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. ഇതിപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നെക്ക് കൂടുതലും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പീസും കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, കറക്റ്റായിട്ട് തന്നെ വെച്ചിട്ട് നെക്കിൻ്റെ അതേ ഷേപ്പ് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് മാറ്റിയ പീസില്ലേ, അതിൽ നിന്ന് നമുക്ക് ഇതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ. ഇതിപ്പം എനിക്ക് ആ ഒരു പീസ് 6 ഇഞ്ചേ വരുന്നുള്ളൂ, നെക്ക് 5.5 ഇഞ്ച് വരുന്നുണ്ട്. അപ്പം 1/2 ഇഞ്ച് മാത്രമേ നമുക്ക് ആ ഒരു തയ്യൽ തുമ്പ് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ജോയിൻറ്റ് ചെയ്തെടുത്തത്. ഇനി ഈ നെക്കിൻ്റെ നല്ല സൈഡിലായിട്ട് ഈ പീസിൻ്റെ നല്ല സൈഡ് ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, ഇതേപോലെ 2 പീസിൻ്റെ നല്ല സൈഡ് ഇതുപോലെ ചേർന്ന് വരുന്ന രീതിയിൽ വെക്കണം. എന്നിട്ട് 1/2 ഇഞ്ച് ഇറക്കി നമുക്ക് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 നെക്കും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ ഈ നെക്കിൻ്റെ അരിക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. 2 നെക്കും അതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ 2 പീസിൻ്റെ നല്ല സൈഡ് ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത പീസില്ലേ, അത് ഇതുപോലെ 2 സൈഡും നിവർത്തി വെച്ചിട്ട് അത് ജോയിൻറ്റ് ചെയ്ത ഭാഗങ്ങൾ ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, ഇതേപോലെ. നമ്മളിവിടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡ് ഇതുപോലെ നിവർത്തി വെച്ചിട്ട് ഈ ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത ഭാഗം ബാക്കിലോട്ട് വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത പീസില്ലേ, അത് ഫുള്ളായിട്ട് ബാക്ക് സൈഡിലോട്ട് വരുന്ന രീതിയിൽ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് ഫുള്ളായിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. വലിച്ചു പിടിക്കരുത്, ജസ്റ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നെക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. നമ്മളിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. സ്ലീവ് നമ്മളിവിടെ കട്ട് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ആദ്യം ഒന്ന് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഒരു സൈഡിൽ നിന്നും 4 ഫോൾഡ് ചെയ്തെടുക്കണം. നമുക്ക് എത്രയാണോ സ്ലീവിന് വിഡ്ത്ത് വേണ്ടത് അതനുസരിച്ചിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. എനിക്കിവിടെ ആം ഹോളിൻ്റെ വിഡ്ത്ത് 9.5 ഇഞ്ചാണ്. അപ്പോൾ ആ 9.5 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റിൽ ടേപ്പ് വെച്ചിട്ട് 2.5 ഇഞ്ച് ഉള്ളിലോട്ട് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മൾ 6 ഇഞ്ചാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. സീം എലവൻസും കൂടെ ചേർത്തിട്ടാണ്. ഇനി നമ്മൾ ഈ 2.5 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തില്ലേ, ആ പോയിന്റിൽ നിന്ന് ഇതുപോലെ മുകളിലോട്ട് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം.
സ്ലീവിൻ്റെ റൗണ്ട് എനിക്കിവിടെ 5.5 ഇഞ്ചാണ്. 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ 2 പോയിൻറ്റും യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കാം. അതുപോലെ തന്നെ 1/2 ഇഞ്ച് ഉള്ളിലോട്ട് കയറ്റി കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഫ്രണ്ട് ആം ഹോളിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ആ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിവർത്തി വെച്ച് ഫ്രണ്ട് ആം ഹോളിന് വേണ്ടിയിട്ട് നമുക്ക് 1/2 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തില്ലേ, അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് താഴ്ഭാഗം ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഷോൾഡറുമായിട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഷോൾഡറിൻ്റെ നല്ല സൈഡിലായിട്ട് ഈ സ്ലീവിൻ്റെ നല്ല സൈഡ് ചേർന്ന് വരുന്ന രീതിയിലാണ് വെക്കേണ്ടത്. അപ്പോൾ ആ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തല്ലോ, ആ സെൻറ്റർ ഷോൾഡറുമായിട്ട് ചേർത്ത് വെക്കണം. എന്നിട്ട് ഇതുപോലെ 2 പീസിൻ്റെ അരിക് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട് ആം ഹോളിന് വേണ്ടിയിട്ട് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തത് ഫ്രണ്ട് സൈഡിൽ തന്നെ വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. ഇതുപോലെ സെൻറ്റർ ചേർത്ത് വെച്ചിട്ട് ആദ്യം ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് മറു സൈഡ് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നമ്മളിവിടെ സ്ലീവ് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ, 2 സൈഡും ജോയിൻറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് 2 പീസിൻ്റെയും നല്ല സൈഡ് ചേർത്ത് വെച്ചിട്ട് സൈഡ് ജോയിൻറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ എത്രയാണോ സീം അലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ സ്ലീവിൻ്റെ അത് മുതലേ മാർക്ക് ചെയ്ത് കൊടുക്കണം. സ്ലീവ് മുതലേ മാർക്ക് ചെയ്ത് ഇതേപോലെ വേസ്റ്റിൻ്റെ അവിടെ നിന്നും ജസ്റ്റ് ഒന്ന് ചരിച്ച് താഴത്തോട്ട് ചെല്ലുമ്പം 1/2 ഇഞ്ച് മാത്രം മതി തയ്യൽ തുമ്പ്. അപ്പോൾ ഇതേപോലെ തന്നെ മറു സൈഡിലും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ മാർക്ക് ചെയ്ത ആ ഒരു ലൈനിൽ കൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മളിവിടെ 2 സൈഡും ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. സെൻറ്ററിൽ ഓപ്പൺ ആയിട്ട് വരുന്നില്ലേ, അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം. കണ്ടോ, ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്ത് മറു സൈഡിൽ എത്തുമ്പോഴത്തേക്കും നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയില്ലേ ആ ഒരു സൈഡുമായിട്ട് കറക്റ്റ് ചേർന്ന് വരുന്ന രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ. ആ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. കണ്ടോ, ഇതേപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 സൈഡും ഒരുപോലെ ചേർന്ന് വരുന്ന രീതിയിൽ തന്നെ കിട്ടണം. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെൻറ്ററൊക്കെ കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ സെൻറ്ററിലായിട്ട് ബട്ടൺസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഫ്രണ്ടിൽ നമ്മൾ ഓപ്പൺ കൊടുത്തല്ലേ ചെയ്തത്, അപ്പോൾ ഇതുപോലെ ബട്ടൺസും കൂടെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഫ്ലവർ ഷേപ്പിൽ വരുന്ന തടിയിലുള്ള ബട്ടൺസാണ് വെച്ച് കൊടുക്കുന്നത്. അതിൽ 2 ഹോളുണ്ട്, അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. 5.5 ഇഞ്ച് വിട്ടിലാണ് ഞാൻ ഓരോ ബട്ടൺസും വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.